പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കൂല എന്ന് പറയും. പക്ഷെ പ്ലാൻ ചെയ്ത് ഓർമ്മയിൽ വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇപ്പോൾ ഒത്തിരി നാൾ മുമ്പ് ഞാൻ പ്ലാൻ ചെയ്താണ് ഇരിങ്ങോള്. അപ്പോൾ പ്ലാൻ ചെയ്തിട്ട് കൂടിയൊന്നല്ല ഞാൻ പോകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പോകുന്നില്ല. ഇപ്പോൾ ഞാൻ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ചാലക്കുടി തൃശ്ശൂർ റൂട്ടിലെ കൊരട്ടി പോട്ട അവിടുത്തെ ട്രാഫിക്കിലാണ് ഞാൻ. ട്രാഫിക് എന്ന് വെച്ചാൽ നല്ല അടാറ് ട്രാഫിക്കാണ് കേട്ടോ. ഇരിങ്ങൂറുള്ളത് അങ്കമാലി പെരുമ്പാവൂരടുത്താണ്. ഇപ്പം അങ്കമാലിയിൽ നിന്ന് നമ്മൾ തൃശ്ശൂർക്ക് പോവുകയാണെങ്കിൽ കൊരട്ടി എത്തുന്നതിന് മുന്നേ, അതായത് കറുകുറ്റിയിൽ നിന്ന് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ടാണോ ലോങ് കട്ടാണോ എന്നറിയത്തില്ല, കിലോമീറ്റർ കൂടുതലാണെന്ന് അറിയത്തില്ല. പക്ഷെ ആ കട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊരട്ടി ജംഗ്ഷനിലെത്തും. പക്ഷെ അത് നമ്മൾ അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുമ്പോഴാണ്. പക്ഷെ ഇത് നമ്മൾ ട്രാഫിക്കിൽ പെട്ടത് തന്നെയാണ്. കാരണം ഇവിടെയുള്ള ലോങ് കട്ടാണോ ഷോർട്ട് കട്ടാണോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ നല്ല ട്രാഫിക്കാണ്. ഇവിടെ ഒരു മണിക്കൂറോളം ഞാൻ പെട്ടു. അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ മൂവായി തുടങ്ങി. ഇന്ന് നമ്മൾ പോകുന്നത് ഇരിങ്ങോള്, നാഗാഞ്ചേരി മന, കല്ലിൽ ഭഗവതി ക്ഷേത്രം. ഇവിടേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര പോകുന്നത് കേട്ടോ. NH എൻ്റെ 4ാമത്തെ ഡ്രൈവിംഗ് ആണ് ഇപ്പോൾ. NH എനിക്ക് വലിയ വലിയ വണ്ടികൾ വരുമ്പോൾ ഇപ്പോഴും പേടിയാണ്. വലിയ വണ്ടികൾ മുന്നിൽ വന്നാൽ എനിക്ക് പേടിയില്ല. സൈഡിൽ നമ്മൾ നല്ല ഫാസ്റ്റായിട്ട് പോകുമ്പോൾ നമ്മുടെ സൈഡിൽ നല്ല പാണ്ടി ലോറി വന്നാൽ എനിക്ക് നല്ല പേടിയാണ്. ഇപ്പം മാരെങ്ങാനും സൈഡ് എടുക്കുമോ എന്നൊക്കെ ഒരു ടെൻഷൻ എനിക്ക് എപ്പോഴും വരും. കാടിനുള്ളിലുള്ള ഒരു ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ സൈലൻസ്, എന്ത് ശാന്തതയാണെന്നറിയോ. ഈ കിളികളുടെയും ചീവീടിൻ്റെയും സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. ചാലക്കുടി പുലി ഇറങ്ങാനൊരു ഡൗട്ടുണ്ട്, ഇവിടേക്ക് എത്തുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മൾക്ക് അമ്പലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് ഇത്ര കാട് ഫീൽ ചെയ്യില്ല. പക്ഷെ അമ്പലത്തിൻ്റെ ബാക്കിലോട്ടും സൈഡിലോട്ടാണ് ഭയങ്കര കാട്. ഇപ്പോൾ നമ്മൾ റോട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഈ വഴി കയറുമ്പോൾ നമുക്ക് ഇത്ര കാടാണ് പിന്നിലെന്ന് നമുക്ക് തോന്നില്ല. നമുക്ക് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും. രണ്ട് സൈഡിലും കുറച്ച് മരങ്ങളുണ്ടല്ലോ എന്ന് തോന്നും. പക്ഷേ അമ്പലത്തിൻ്റെ പിന്നിലേക്കും സൈഡിലേക്കുമാണ് നല്ല രസം എന്ന് വെച്ചാൽ നല്ല രസം. ഈ അമ്പലം ഇരിക്കുന്ന ചുറ്റുവട്ടം 50 ഏക്കറിലാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ തലേന്ന് പൂരായിരുന്നു. ഇരിങ്ങോൾ ഭഗവതി ക്ഷേത്രത്തിലെ പൂരായിരുന്നു. അതുകൊണ്ട് പിറ്റേന്ന് ഞങ്ങൾ പോയ അന്ന് അമ്പലം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കൂടെ തൊഴാൻ വന്നവർക്കൊന്നും തൊഴാൻ പറ്റിയില്ല. എന്നാലും അവർ കേട്ടിട്ടും കൂടി ഇല്ല. ഞാൻ വഴിയാണ് ഇരിങ്ങോട് എന്നൊരു അമ്പലം തന്നെ അവരറിയുന്നത് ഞാൻ വഴിയാണ്. അതിൽ ഞാൻ ഒത്തിരി സന്തോഷമാണ്. കാരണം ഞാൻ പണ്ടേ ഇരിങ്ങോട് കണ്ടുപിടിച്ചതാണ്. പക്ഷേ ഈ കാടിനുള്ളിലെ അമ്പലം എന്ന് പറയുമ്പോൾ ഒരു പേടി, ഒറ്റയ്ക്ക് പോകാൻ പേടി, പിന്നെ എങ്ങനെ പോകും എന്നുള്ളൊരു ടെൻഷനും, ആരെങ്കിലും ഇല്ലാതെ പോകാൻ ഒരു ധൈര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിൽ പോകാനായിട്ട്, ഒരു പുതിയ സ്ഥലത്തിൽ പോകാനായിട്ടൊരു ടെൻഷൻ. അപ്പോൾ അവർ രണ്ടുപേരും ആഗ്രഹിച്ച് വന്നതായിരുന്നു അമ്പലത്തിൽ തൊഴണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നടന്നില്ല. കാരണം തലേന്ന് പോരായതുകൊണ്ട് പിറ്റേന്ന് അമ്പലം അടച്ചിട്ടു. ഇവിടെ എത്തുമ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് വരും കേട്ടോ നമുക്ക്. ഇത്ര ശാന്തമായ സ്ഥലത്ത് നമുക്ക് വരുമ്പോഴേ ഒരു എനർജി കിട്ടുന്ന പോലെ തോന്നും. പിന്നെ പിന്നിലേക്കാണ് ഞാൻ പറഞ്ഞ പോലെ കാട് വരുന്നത്, പിന്നിലേക്കാണ്. 2 സൈഡിലേക്കും ഇങ്ങനെ പടവുകളൊക്കെ അങ്ങനെ ഇറങ്ങി അവിടെ കുറച്ച് തന്നെ ഇരുന്ന് മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നല്ല സ്ഥലമാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചാൽ പോലും നമുക്ക് ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല. അവിടുത്തെ ജീവജാലങ്ങൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ കിളികൾക്കോ ഡിസ്റ്റർബ് ആവുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അത്രയും സൈലൻസ് ആണ്. നമ്മൾ വരെ ശബ്ദം താഴ്ത്തി പതുക്കെ, നമ്മുടെ കാലടികൾ വരെ പതുക്കെ താഴ്ത്തി താഴ്ത്തി നമുക്ക് നടക്കാൻ വരെ തോന്നും. അത്രയും നല്ല വിശുദ്ധമായ സ്ഥലമാണ്. ഇവിടുത്തെ ഓരോ മരങ്ങൾക്ക് പോലും ഒരു അവിശുദ്ധിയുണ്ട് എന്നാണ് പറയുന്നത്. തലേന്ന് പൂരമായതുകൊണ്ട് ആനനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആന ശരിക്കും കാട്ടിൽ നിൽക്കുന്ന പോലെ തോന്നും നമുക്ക്. പിന്നെ ആ ഒരു ഡ്രസ് വർക്കൊക്കെ ചെയ്ത് കാരണം ഷെഡിൽ കിടക്കണ ആന നമുക്ക് തോന്നും ആന, കാട്ടിലെ ആനയല്ല നാട്ടിലെ ആനയാണ്. ശരിക്കും അകലേന്ന് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആന കാട്ടിൽ നിൽക്കുന്നതാണെന്ന് നമുക്ക് തോന്നിപ്പോവും. പിന്നെ ഇതിലേക്ക് ഈ സൈഡിലേക്ക് തന്നെ വേറെ കുളത്തേക്കുള്ള വഴിയുണ്ട്. കുളം ഇതേപോലെ തന്നെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഇറങ്ങി ചെല്ലാനൊന്നും പറ്റിയിരുന്നില്ല. അതും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അടിപൊളി വൈബ് അടിച്ച് പോകുമ്പോൾ തിരിച്ചു വരാനുള്ള വഴിയും കൂടെ നോക്കണം. ഇതിനുള്ളിൽ തന്നെ ഒത്തിരി വഴികളുണ്ട് കേട്ടോ ഉള്ളിലേക്ക്. നമ്മളിപ്പോൾ കല്ല് കെട്ടിയ വഴികളല്ലാതെ തന്നെ കാട്ടിലേക്കായിട്ട് തന്നെ ഒത്തിരി വഴികളുണ്ട്. വലിയ വലിയ മരങ്ങളുമാണ്. അവിടെ ഈ അട്ട പോലത്തെ ജീവികളും ഉണ്ട്. അതുമാത്രമല്ല പുറ്റുകളും ഒത്തിരി ഉണ്ട്. അപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട്. അപ്പോൾ അധികം കൊണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോയില്ല. കാരണം തിരിച്ചു വരേണ്ടതാണല്ലോ, വഴി തെറ്റിപ്പോവും. വെറൈറ്റി മരങ്ങൾ കാണാൻ പറ്റും. ഇങ്ങനെ പോകുമ്പോൾ ചെറിയ പേടിയൊക്കെ ഇല്ലാതില്ല.
ഇനി അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പോയാൽ മതി, നാഗാഞ്ചേരി മന എന്ന് കാണും. അപ്പോൾ അവിടെ ഇരിങ്ങോളിൻ്റെ ക്ഷേത്രത്തിന് മുമ്പിൽ തന്നെ ചോദിച്ചാൽ മതി ആ നാഗാഞ്ചേരി മന എവിടെയാണ്. ആ നാഗാഞ്ചേരി മന കേരള സർക്കാർ ടൂറിസത്തിൻ്റെ ഭാഗമാണ്. 20 രൂപ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മന കയറാൻ പറ്റും. നഷ്ടമില്ല. നമുക്ക് നാഗാഞ്ചേരി മനയ്ക്കായിട്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ഇരിങ്ങോളി വരികയാണെങ്കിൽ നാഗാഞ്ചേരി മന കണ്ടുകൊണ്ട് നഷ്ടം വരുന്നില്ല. ഇവിടെ കുട്ടികളെ പാർക്കുണ്ട് കേട്ടോ, പാർക്കുണ്ട്. ഇതാ കാണുന്നതാണ് മന, ചെറിയൊരു മനയാണ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ നടത്താനായിട്ട് അടിപൊളി സ്ഥലമാണ് കേട്ടോ. അവിടെ വിഷുവിൻ്റെ ഫോട്ടോഷൂട്ട് ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു. എന്തോടി ഇവിടെ പണ്ട് ഉപയോഗിച്ചിരുന്ന മച്ച്, നിലവറ, പിന്നെ അടുക്കള, പൂജാമുറി, ഇതൊക്കെ കാണാൻ പറ്റും. മെയിനായിട്ട് ഫോട്ടോ ആണ് എനിക്ക് തോന്നിയത് കേട്ടോ. ആണ് പൂജാമുറി. ഇവിടെ ഗുരുവായൂരപ്പനുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു റൂം പോലെ ഉണ്ട്. ഇതിവിടെയാണ് അടുക്കള വരുന്നത്. എന്താ അത് ഉപയോഗിച്ചിരുന്ന കലാണോ, ഇവർ വെച്ച കലാണോ? ഭരണി. നല്ല സെറ്റപ്പ് അടുക്കള അല്ലേ? ഇത് വെള്ളം കോരാനുള്ള എന്തേലാണോ? ഇവിടെ എന്തോ ഉണ്ട്, മോട്ടറൊക്കെ ഉണ്ടോ? ഇവിടെ എന്തോ നശിച്ച പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, കുളം, ഒരു ഊഞ്ഞാല്. കുളം ഉണ്ടോ അവിടെ? ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. ഇതെന്താ കിണറായിരുന്നു പണ്ടത്തെ? ഇങ്ങനെ കുളം, നല്ല കുളം എടുക്കുന്നുണ്ട്. നാഗാഞ്ചേരി മല കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് കല്ലിൽ ഭഗവതി ക്ഷേത്രം. കല്ലിൽ ഭഗവതി ക്ഷേത്രം അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ മെയിൻ റോഡിൽ കൂടെ പോയെങ്കിൽ ശരിക്കും എത്തുമായിരുന്നു. ഞങ്ങൾ വഴിതെറ്റി. ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തപ്പോഴാണ് ഈ വഴി പോയത്. പക്ഷെ വഴിതെറ്റിയാലും പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. റോഡ് മഹാമോശമായിരുന്നു. പിന്നെ ഞാൻ എവിടെ പോയാലും വഴിതെറ്റുന്നതുകൊണ്ട് എനിക്കതിൽ വലിയ അത്ഭുതം തോന്നിയില്ല. എങ്കിലും നല്ല ഭംഗിയുള്ള സ്ഥലം എനിക്ക് എപ്പോഴും കാണാൻ കിട്ടാറുണ്ട്. അപ്പോൾ അവിടെ ഒരു കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു വഴി തെറ്റി, എന്നാലും ഈ വഴി കൂടെയും പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ വഴി കൂടെ പോവാണ് കേട്ടോ. ഇവിടെ എഴുതി വെച്ചേക്കുന്ന 550 മീറ്റർ ഓൾഡ് മൂവാറ്റുപുഴാന്നുള്ളത് കാണുന്നത്. എനിക്കറിയാൻ പാടില്ല. മറ്റേ സ്ഥലം അടിച്ചു കൊടുക്കണ്ടേ ഒറ്റക്കല്ലിന്ന്? അതെ, പാലം കണ്ടു. അങ്ങനെ ഞങ്ങൾ ചോദിച്ച് കല്ലിൽ ഭഗവതി ക്ഷേത്രം മേന്തല എത്തി. അവിടെയാണ് ഞങ്ങൾക്ക് തൊടാനൊന്നും പറ്റിയില്ല, കാരണം നട്ടുച്ചയ്ക്ക് ചെന്ന് എങ്ങനെ തൊടാനാണ്. പക്ഷെ അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്റെ അമ്മേ, അതല്ലേ ഈ സ്റ്റെപ്സ് കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. ഇത് മുഴുവൻ കയറണമല്ലോ. ഇരിങ്ങോട് കാടായിരുന്നെങ്കിൽ ഇവിടെ കല്ലായിരുന്നു. അയ്യോ, കരച്ച്. ഇതൊരൊറ്റ കല്ലാണ് ഈ അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ട, അമ്മോ, കണ്ടോ? ഈ ഒരു കല്ലിലാണ് ഈ ഭഗവതി ക്ഷേത്രം. എൻ്റെ അമ്മ ഈ കല്ലെടുത്തിട്ട് തീരുന്നില്ല. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അതുപോലെ കിണറാട്ടത്, പാറടുക്കിന്നുള്ള വെള്ളമാണെന്ന് തോന്നുവേ. ഇതാ, ഇതിൽ കയറാൻ പറ്റില്ല. നമ്മൾ ലേറ്റായി എത്തിയപ്പോൾ ഇവിടെ നമ്മൾ ഇരിങ്ങോള് കൂടി വന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ലേറ്റായി പോയി. എന്ത് രസമാണ്. ഹായ്, അതിൻ്റെ കൂടെ വന്ന ആൾക്കാരെ കാണാമല്ലേ. എൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. എനിക്ക് വഴിയുന്ന സ്റ്റെപ്പ് കയറാൻ. ദേ ഇവിടെ ചട്ട് കിടക്കുന്നവരാണ്.
ഇതെന്താ വീണ അടുക്കടുക്ക. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് വീണ്ടും തിരിച്ച് യാത്രയായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.